ഈ കേസ് എന്ന് പറയുന്നത് ഷാമിൽ മോൻ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് കൊണ്ടോട്ടി മുതുവല്ലൂർ മുതുപറമ്പുള്ള കുട്ടി SM രോഗം പിടിപെട്ടിട്ട് ചികിത്സയ്ക്ക് വേണ്ടി 3 കോടി രൂപ വേണമെന്ന് ഡോക്ടർമാർ അവരോട് അഭിപ്രായം പറഞ്ഞു. 3 കോടി സമാഹരിക്കാൻ ഈ കുടുംബത്തിന് ഒട്ടും കഴിയില്ല. ചെറിയ ഒരു സാമ്പത്തിക ശേഷി ഇല്ലാത്തൊരു കുടുംബമാണ്. അപ്പോൾ അവർ ഇത് സങ്കടപ്പെട്ട് നടക്കുന്ന സമയത്താണ് ഇതൊക്കെ അറിഞ്ഞ നാട്ടുകാർ പൊതുപ്രവർത്തകന്മാരും രാഷ്ട്രീയ പ്രവർത്തകന്മാരും എല്ലാം കൂടി ചേർന്ന് ഇവർക്ക് ഈ ഫണ്ട് ഉണ്ടാക്കി കൊടുക്കാം, അതിനൊരു കമ്മിറ്റി രൂപീകരിക്കാം എന്നുള്ള നിലയ്ക്ക് അവർ യോഗം ചേർന്നു. ഒരു പ്രാഥമിക ചർച്ച നടത്തിയിട്ട് വിപുലമായ യോഗം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ആ യോഗത്തിലേക്കാണ് എന്നെ വിളിക്കുന്നത്. എൻ്റെ ഡേറ്റ് വാങ്ങി അവർ. എന്നിട്ട് നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് വിപുലമായൊരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ഞാൻ യോഗം ഉദ്ഘാടനം ചെയ്തിട്ട് ഞാൻ പോന്നു, എനിക്ക് തിരക്കുണ്ടായതുകൊണ്ട്. പക്ഷേ എന്നെ അതിൽ അവർ ചെയർമാനാക്കി വെച്ചു. വേറെ ഒരു മുഹമ്മദ് മാഷ കൺവീനറാക്കി വെച്ചു. സാദിഖ് അലി തങ്ങളും അതുപോലെ തന്നെ MP ET മുഹമ്മദ് ബഷീർ അതിൻ്റെ രക്ഷാധികാരികളാണ് എന്ന് അവരെന്നോട് പറഞ്ഞു. അങ്ങനെ കമ്മിറ്റി പ്രവർത്തനം മുന്നോട്ട് പോയി. തുടക്കത്തിലൊക്കെ വളരെ വലിയൊരു ഫണ്ട് റേസിങ് നടന്നില്ല, ചെറിയ രീതിയിലാണ് നടന്നത്. ഈ സമയത്താണ് ഇവർ പോയിട്ട് ഈ ഷമീർ കുന്നമംഗലം എന്ന് പറയുന്ന ഈ ചാരിറ്റി പ്രവർത്തകനെ സമീപിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഇവിടെ വരികയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്ത് അദ്ദേഹം വന്നതിന് ശേഷമാണ് ഇത് കുറച്ചുകൂടി ഊർജ്ജസ്വലമായി ഇതിൻ്റെ ക്യാമ്പയിൻ നടക്കുന്നത്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ മെത്തേഡ്സൊക്കെ അറിയുന്നത് കൊണ്ടായിരിക്കണം ഈ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം എന്ന് പറയുന്ന ആൾ ഓരോ ആളുകളെയും ഉപയോഗപ്പെടുത്തി എല്ലാ ആളുകളെയും എല്ലാ വിഭാഗം ആളുകളിലേക്കും ഒക്കെ അത് എത്തിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഫണ്ട് റേസിങ് കുറച്ച് വേഗത്തിലാകാൻ തുടങ്ങി. 1 മാസം കൊണ്ട് 2 മാസം കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അത് ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ഏകദേശം 3 കോടിയായി. ഇനി മതി എന്ന് തീരുമാനിച്ച കമ്മിറ്റിക്കാർ. അപ്പോൾ ഇതിനിടയിൽ എൻ്റെ പറയുന്നത് അവരാവശ്യമുള്ള സമയത്ത് എന്നോട് വരാൻ വേണ്ടി പറയും. ഇതുപോലെ വീഡിയോക്ക് ക്ലിപ്പ് കൊടുക്കാൻ വേണ്ടി പറയും. ആരോടെങ്കിലൊക്കെ ഫോൺ ചെയ്ത് സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി പറയും. സംഘടനക്കാരോട് ഫോൺ ചെയ്ത് അഭ്യർത്ഥിക്കാൻ വേണ്ടി പറയും. ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ അവരെന്നോട് പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ മണ്ഡലത്തിലുള്ളൊരു കുട്ടിയാണല്ലോ, അതെല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ നമ്മൾക്ക് മനുഷ്യത്വപരമായിട്ട് സഹായിച്ചു കൊടുക്കേണ്ട കാര്യമാണെന്നുള്ള നിലക്കൊക്കെ ഞാനതിൻ്റെ എല്ലാ സപ്പോർട്ടും കൊടുത്തു. അതിന് ശേഷം അവർ യോഗം ചേർന്ന് ഈ ഷമീർ കുന്നമംഗലമാണ് സത്യത്തിൽ ഇത്ര വലിയൊരു ഫണ്ട് റൈസ് ചെയ്യാനുള്ളൊരു കാരണമാക്കി തന്നത്, അതുകൊണ്ട് അദ്ദേഹത്തോടൊരു ഇഷ്ടം കാണിക്കണം എന്നുള്ള അവർ ചർച്ച ചെയ്തത്രേ. അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇന്നലെയാണ് മിനിയാന്നാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പിന്നീട് ചോദിച്ചറിയുന്നത്. കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ മറ്റൊക്കെ വലിയ ചർച്ചയായി. എന്നെ പലരും വിളിക്കാൻ തുടങ്ങി, ചിലർ വഴി പറയാൻ തുടങ്ങി. ആ സമയത്താണ് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് കമ്മിറ്റിക്കാരോട് ഇത് കാര്യം ചോദിച്ച്. ഞാൻ കമ്മിറ്റിക്കാരോട് ഒരു നിലയ്ക്ക് കുറച്ച് അമർഷത്തോടു കൂടി പറയുക തന്നെ ചെയ്തു. നമ്മളെ മുന്നിൽ നിർത്തിയിട്ട് നിങ്ങൾ ഈ പണി ചെയ്തതുകൊണ്ട് ചീത്തപ്പേര് മുഴുവൻ എനിക്കായി എന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവർ ആലോചിച്ച് ഇയാൾക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണം എന്ന് അവർ തീരുമാനിച്ചു. അപ്പോൾ ജനങ്ങൾ കൊടുത്ത കാശിൽ നിന്ന് ഇത് കൊടുക്കുന്നത് ശരിയല്ല എന്ന് അവർ വിലയിരുത്തി. ഇതിനേക്കാളും വലിയ തുക കൊടുക്കേണ്ടതായിരുന്നു എന്നൊക്കെ പലരും അഭിപ്രായം പറഞ്ഞു. അങ്ങനെ പലരും പറഞ്ഞ് ആദ്യം ഇയാളങ്ങനെ സമ്മാനമൊന്നും വേണ്ടെന്ന് പറഞ്ഞത്രേ. എനിക്കറിയില്ല, ഞാൻ ഡയറക്റ്റ് സംസാരിച്ചിട്ടില്ല. പിന്നീട് അയാൾ സമ്മതിച്ചു. ആ സമ്മതിച്ചപ്പോൾ ഇവരെടുത്ത് നാട്ടുകാർ ഇതിന് കൊടുത്ത പൈസ ഇതിന് നീക്കി വെക്കുന്നത് ശരിയല്ല. പക്ഷെ ഇതിലേക്ക് സഹായിച്ച എന്ന് പറഞ്ഞാൽ ഈ സമ്മാനം കൊടുക്കാനല്ല സഹായിച്ചത്, കുട്ടിയുടെ ചികിത്സാവശ്യത്തിന് കുടുംബക്കാർ കൊടുത്ത, ഈ കുട്ടിയുടെ കുടുംബത്തിൽ പെട്ട പലരായി കൊടുത്ത സംഖ്യ ഏകദേശം ഒരു 5.5-6 ലക്ഷം രൂപ എങ്ങാണ്ട് വരും. അതിന് കണക്കാക്കിയിട്ട്, അത് അവരുടെ സമ്മതം വാങ്ങിയിട്ട് അതിന് കണക്കാക്കിയിട്ട് ഒരു സമ്മാനം ഇയാൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അത് അയാൾ സമ്മതിച്ച് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ആ വേദിയിൽ വെച്ച് തന്നെ ആൾ കാറ് പുതിയ കാർ 2018 ഒരു കാറാണ് അയാൾക്ക് കൈമാറിയത് എന്ന് എന്നോട് പറഞ്ഞു. അവിടെ ആ വേദിയിൽ വെച്ച് തന്നെ എനിക്ക് പഴയ കാർ എനിക്ക് ഇനി ആവശ്യമില്ല, ഞാനത് ഇവർക്ക് തിരിച്ചേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ചാവി MLA ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ചാവി തന്നു. അപ്പോൾ നേരത്തെ അവർ തമ്മിൽ സംസാരിച്ച് കാണും. അപ്പോൾ പിന്നീട് അയാൾ സമ്മതിച്ച് കാണും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുടുംബക്കാർ സമാഹരിച്ച പൈസ അയാൾക്ക് കൊടുക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. അത് ഈ സ്ത്രീയുടെ ബ്രദറും ആരൊക്കെയാണ് ആ വേദിയിൽ വെച്ച് ഈ കാറിൻ്റെ ചാവി, വലിയൊരു ചാവിക്ക് പ്രതീകാത്മകമായിട്ട് അവിടെ സമ്മാനിച്ചു. ആ